ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വേസ്റ്റൊക്കെ ഞാൻ എങ്ങനെയാണ് വളമാക്കി മാറ്റണതെന്ന് കേട്ടോ കാണിക്കണേ. അതിന് മുമ്പായിട്ട് ഞാനൊരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണ അരിയൊക്കെ വാങ്ങണ ചാക്കോ അല്ലെങ്കിൽ വലിയ ചാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, 10 കിലോ 20 കിലോ 15 കിലോ അങ്ങനെയൊക്കെ ഏത് ചാക്ക് വെച്ചും നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാക്കിൻ്റെ ആ തയ്ച്ചിട്ടുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ ഞെറിവിടൂലേ, സാരിക്കൊക്കെ ഞെറിവിടും പോലെ ഞെറിവിട്ടിട്ട് ഞാനൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് അവിടെ കെട്ടി വെച്ചു കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി വെച്ചു. എന്നിട്ട് അത് ആ കവർ അങ്ങനെ തന്നെ തിരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മറിച്ചിടണം. മറിച്ചിട്ടിട്ട് നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് താഴ്ത്തി അടി ഇങ്ങനെ റൗണ്ടാക്കി കൈ കൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കണം. വലിയതൊക്കെയാണ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ടും അങ്ങനെ സെറ്റാക്കി എടുക്കുക. അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ നല്ല വിസ്താരത്തിൽ റൗണ്ടായിട്ട് കിട്ടും. മറ്റേത് നമ്മളിങ്ങനെ സ്ക്വയർ ടൈപ്പിലായിരിക്കുള്ളൂ, ഇതിപ്പോൾ റൗണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അതിലേക്ക് സാധനങ്ങൾ ഇടാം, മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ വലിയ ചാക്കാണെങ്കിൽ ഇതുപോലെ മടക്കി വെച്ചാൽ മതി മോൾ ഭാഗം. പിന്നെ നമുക്ക് കൂടുതൽ മണ്ണ് ഇടേണ്ട വല്ല വിളകൾ, ഇപ്പോൾ കപ്പയൊക്കെ നടാനാണെങ്കിൽ അതിനനുസരിച്ച് ചാക്കിൻ്റെ ഈ മടക്കി വെച്ചത് നമുക്കിങ്ങനെ ഉയർത്തി കൊടുത്തിട്ട് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മണ്ണല്ല ഞാൻ കൂടുതൽ ഇടണത്, കാണിച്ചു തരാം, കരിയിലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു വേസ്റ്റ് തന്നെയല്ലേ കരിയില, വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ കരിയില കളയാതിരിക്കണത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ മുറ്റടിക്കണ കരിയിലൊക്കെ ഇതിൽ ഇട്ട് വയ്ക്കും. എന്നിട്ടിപ്പോൾ ഒരു പകുതി ഭാഗം കരിയിലയാവുമ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതിന് മുമ്പ് പലതും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഞാൻ ഓരോ ഗ്രോ ബാഗിൽ കപ്പ നട്ടേക്കണത്, എങ്ങനെയാണ് ഓരോന്നും നട്ടപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓരോരോ വളങ്ങൾ ഇട്ടിട്ടാണ് പിന്നെ ഞാനത് ചെയ്യണത്. ഇപ്പോൾ ഞാനത് എങ്ങനെയാണ് ആ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യണതും ഇനി കരിയിൽ അതിലേക്ക് അടിച്ചിടാമെന്നാണ് കാണിച്ചത്. ഇനി ഞാൻ കാണിക്കണത് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള വേസ്റ്റുകളുണ്ടല്ലോ, അടുക്കളയിൽ വന്ന് പച്ചക്കറിയുടെ വേസ്റ്റ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്നാക്കിയതിൻ്റെ വേസ്റ്റ്, ഉള്ളിത്തൊലി, സവാളത്തൊലി, മുട്ടത്തോട്, അതൊക്കെ എങ്ങനെ ഞാൻ ശരിയാക്കി എടുക്കണേന്ന് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു ബക്കറ്റ് എടുത്തിട്ട് അതിനടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന വേസ്റ്റുകൾ ഓരോ പ്രാവശ്യം നമ്മൾ വേസ്റ്റ് ഇടുക, എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു പിടി മണ്ണ് തൂവി കൊടുക്കുക, വീണ്ടും വേസ്റ്റ് ഇടുക, ഒരു പിടി മണ്ണ് തൂവി കൊടുക്കുക. അപ്പോൾ ഡെയിലി വന്ന വേസ്റ്റുകൾ ഇങ്ങനെ ആണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ നമുക്കിതിലേക്ക് മീൻ നന്നാക്കിയ മീനിൻ്റെ തല അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് ഇടാം കേട്ടോ. അതായത് ആ വെള്ളം കൊണ്ടൊന്നും ഒഴിക്കരുത്, അതിൻ്റെ വേസ്റ്റ് മാത്രം കൊണ്ടുവന്നിടാം. പിന്നെ ഈ മീൻ നന്നാക്കുമ്പോൾ വരണ വെള്ളവും പിന്നെ ഇറച്ചി കഴുകണ വെള്ളം, അരി കഴുകണ വെള്ളം, അങ്ങനെയൊക്കെയുള്ള ലിക്വിഡായിട്ടുള്ള സംഗതികളുണ്ടല്ലോ, അത് ഡയറക്റ്റായിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം അതിൽ ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെടികൾ ഇങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കണതാണെങ്കിൽ മഴയിൽ കുതിർന്ന് നിൽക്കുമായിരിക്കും. അപ്പം നമുക്ക് ഈ ലിക്വിഡായിട്ടുള്ളത് കൂടുതൽ ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഏതെങ്കിലുമൊക്കെ മുറ്റത്ത് നിൽക്കുന്ന വലിയ മരങ്ങളുണ്ടല്ലോ അതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചാൽ മതി, അതിനും നല്ല വളം തന്നെയാണ്. വേനലാകുമ്പോൾ ആ വെള്ളമൊന്നും കളയരുത്, മീൻ കഴുകിയ വെള്ളമൊക്കെ വളരെ നല്ല വളമാണ്. അതൊക്കെ എന്തെങ്കിലുടെയും ചോട്ടിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ആ വച്ചതുപോലെ തന്നെ ഇതിന് മുമ്പ് വെച്ച ബക്കറ്റാണിത്. ആ ബക്കറ്റ് ഇപ്പോൾ ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുമ്പ് അപ്പോൾ ഒരു 3-4 ബക്കറ്റ് ഇതിനായിട്ട് കരുതി വെച്ചേക്കണം. അപ്പോൾ ഈ ആദ്യത്തെ ബക്കറ്റ് നിറയുമ്പോഴത്തേനും നമ്മൾ ഇതിലിടുന്ന വേസ്റ്റ് അഴുകണ വേസ്റ്റാണോ അതിനനുസരിച്ചാണ് ഇത് പെട്ടെന്ന് നമുക്ക് അഴുകി കിട്ടണത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറേ നാൾ മുന്നത്തെ ഒരു ബക്കറ്റിലത്തെ വേസ്റ്റാണ്. ഇത് ഫുള്ളായിട്ട് പൊടിഞ്ഞ് നല്ല കറുത്ത ഒരു വളമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നട്ടു കൊടുക്കാം. അതല്ല, ഇത് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും അങ്ങനെ നടാം കേട്ടോ. ഇതിനിപ്പോൾ ഒരു മണോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുകളിൽ അടിയിൽ മണ്ണിട്ടിട്ട് മുകളിൽ ലാസ്റ്റ് ആകുമ്പോൾ കൂടുതൽ മണ്ണിട്ട് വെച്ചേക്കണം. എന്നിട്ട് ഇത് നനയാതെ വയ്ക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ചാടാതെ കവിഞ്ഞ് നിൽക്കണ ഒരു മൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റും കയറ്റി വയ്ക്കണം. അല്ലെങ്കിൽ കാക്ക പൂച്ച പട്ടിയൊക്കെ വന്നിട്ട് ആ മൂടി തട്ടിയിട്ടിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വേസ്റ്റൊക്കെ മാന്തി അവർ ആകെ നാശാക്കി ഇട്ടിട്ട് പോകും. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മഴക്കാലമല്ലേ, അപ്പോൾ എപ്പോഴും മഴ വേണമെന്നൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വലിയതൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ബക്കറ്റ് കവിഞ്ഞ് കിടക്കാൻ പാകത്തിന് അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും കയറ്റി വെച്ചാൽ നനയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നാൾ പിടിക്കൂട്ടോ ഇത് വളമായി കിട്ടാൻ. ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും ആവുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു 3-4 ബക്കറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ 4ാമത്തെ ബക്കറ്റ് എന്തായാലും വളമായിട്ടുണ്ടാവും കേട്ടോ. ആദ്യത്തെ ബക്കറ്റ് ഈ 4ാമത്തെ ബക്കറ്റ് നിറയണോടുകൂടി ആദ്യത്തെ ബക്കറ്റ് എന്തായാലും അത് വളമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു തക്കാളി തൈ ഉണ്ട്, അതെങ്ങനെയാണ് ഇതിലേക്ക് നടണേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണ് നിന്നത്, ഇപ്പോൾ അത് വലിയ തൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റാണ്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ചിരട്ടയും ചകിരിയും ഒക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ തക്കാളി തൈ നിൽക്കണ ആ ചട്ടിയിൽ നിന്ന് അതേപോലെ തന്നെ ഞാനത് കമിഴ്ത്തി ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം.
അപ്പം നമ്മളിപ്പോൾ ആ തക്കാളിയുടെ കട്ട് ചെയ്ത് കളഞ്ഞ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് ഞാൻ അങ്ങനെ തന്നെ കമഴ്ത്തിയിട്ട് ഇപ്പോൾ മറ്റേ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ വേരുകളൊക്കെ വന്നേക്കണുണ്ട്, ഈ മോൾ ഭാഗത്തും വേര് വരും. അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, പിന്നെ ചീഞ്ഞൊക്കെ പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇത് നിവർത്തി വെച്ചിട്ട് നേരത്തെ കാണിച്ചില്ലേ ആ പൊടിയായി കിട്ടിയ നമ്മുടെ ആ വെള്ളം, അതാണ് ഇട്ട് കൊടുക്കാൻ പോണത്. എന്നിട്ട് ഈ തക്കാളി തൈ ഞാനൊരു നല്ല പോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചിട്ട് ഇതിന് ഒടിഞ്ഞിങ്ങനെ തൂങ്ങി പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വള്ളി വെച്ച് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ട് അതുമേട്ട് കെട്ടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് ഇനിയിപ്പോൾ ഞാനതിന് ഊടൊന്നും കൊടുക്കണില്ല, അത് പിന്നെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാനത് തക്കാളി തൈ വളം ഉള്ള നമ്മുടെ മണ്ണുണ്ടല്ലോ അത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വളമായി കിട്ടണമെങ്കിൽ ഇനോക്കുലം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ മേടിക്കാൻ കിട്ടും കേട്ടോ. അത് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് വെള്ളമാവും. ഞാൻ ഒന്നും ഇടാറില്ല.